ആരാ? ഇതൊന്നും അല്ലല്ലോ. കഴിക്കാൻ എന്താ ഇന്ന്? അത് പുട്ടും കടയാ. ബാക്കിയുള്ള ഞാൻ കഴിച്ച്. അമ്മേനെ വിളിക്കട്ടെ, വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഹലോ. ഹലോ മോളെ. അമ്മ ഇവിടെ എത്തിട്ടോ. എങ്ങനെയുണ്ട് പുതിയ വീടും സ്ഥലമൊക്കെ? കൊള്ളാം. നമ്മുടെ പണ്ടത്തെ വീട്ടിലും കുറച്ചും കൂടെ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള വീടാണ്. അപ്പൊ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? എന്ത്? ഉടനെ തന്നെ അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ പറ്റുമോ? എന്താ ഇങ്ങനെയൊക്കെ പറയണം? നല്ല വീടാ. ഈവൻ നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഹൈ ക്ലാസ് ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈ ക്ലാസ് ആൾക്കാരാണോ? അപ്പൊ നമുക്ക് പറ്റിയ ആളുകൾ. നമ്മുടെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാ. ഇനിയിപ്പോ നമ്മള് സിനിമയിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും പിന്നെ ഭയങ്കര അതെ അതെ അതെ. ഒരു ഒത്തിരി പണിയുണ്ട്. ഇത് മൊത്തം ഇവിടെ ചെയ്തു വെക്കാനായിട്ട്. ഇത്ര നേരം ഇവിടെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ മൊത്തം അങ്ങനെ സമയം പോയി. ഇനി വേണം എല്ലാം ഒന്ന് ഓർഡറിലാക്കി വെക്കാൻ. മോളെല്ലാം കഴിച്ചോ? കഴിച്ചെന്ന് വെച്ചാൽ വന്ന വഴിക്ക് കഴിച്ചു. ഇവിടെ വീട്ടിലിപ്പോ എന്താ ഇനിയിപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റേ തൈര് സാധായിരിക്കും അമ്മാവൻ ഉണ്ടാക്കാൻ പോണെ. അല്ല, വീട്ടിൽ കയറുന്നതിന് മുന്നേ അപ്പൊ പാലൊന്നും കാച്ചില്ലേ? പാല് കാച്ചാൻ മറന്നു. എന്താ മറന്നു പോയില്ലോ. ഞാൻ എപ്പോഴും ആലോചിച്ചായിരുന്നു സുബുവിനോട് പാല് വാങ്ങാൻ പറയണം. പാല് വെച്ചില്ല. എന്താ മോളെ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ നമ്മള് വീട്ടിൽ കയറുമ്പോ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? വന്ന് കയറിയല്ലേ ഉള്ളൂ. അടുക്കളയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എനിക്ക് ബെഡ്റൂമിലേക്ക് എത്താനുള്ള സമയം കിട്ടുള്ളൂ. എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി സമയം കിട്ടിയിട്ടില്ല. ശരി ശരി, നീ എന്തായാലും എനിക്ക് ലൊക്കേഷൻ അയച്ചത് സമയം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അമ്മ എത്രയും പെട്ടെന്ന് വാ. ഞാനേ എന്നാ വൈകുന്നേരം ഒന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിരിക്കണ്ട. കുറച്ച് ഡ്രസ്സ് തയ്ക്കാനുണ്ട്. ഞാനൊന്ന് വേഗം തയ്ക്കട്ടെ. പോവാറായി. ശരി, ബൈ. ശോഭനെ തോന്നലായിരിക്കും. തോന്നലാന്ന് തോന്നുന്നു. സൂര്യയിലൂടെ പിന്നെ ആരാണ് വിളിക്കാൻ? ശോഭനെ ആരാ? ആരാ? തോന്നലായിരിക്കും. പുതിയ വീടല്ലേ, ഓരോ തോന്നലുണ്ടാവൂലോ. ശോഭന ഈശ്വരാ, എന്തോ പ്രശ്നമുണ്ട്. അമ്മ നാരായണ ദേവി, നാരായണ ലക്ഷ്മി, നാരായണ ചുരുമ്പലൂടെ മാത്രം ഏത് ഇവിടെ എന്താണ്? സത്യമായിട്ട് ഞാൻ കണ്ടതാ ഒരു വെള്ള കളർ വലിയൊരു രൂപം. ദൈവമേ, അതും ആ റൂമിലുണ്ടല്ലോ. ആ റൂമിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാ. മൊത്തം ഇങ്ങനെ ലൈറ്റ് മിന്നുന്നു, കത്തുന്നു, എന്തൊക്കെ ബഹളം കേൾക്കുന്നു. സത്യമായിട്ട് നമ്മള് വീട് മാറുന്നതിന്റെ അമ്മ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു അവര് വല്ല സ്വപ്നം കണ്ടായിരിക്കും. ഏറ്റവും വലിയ നെഗറ്റിവിറ്റി അവരല്ലേ. എന്റെ പൊന്നെ സുബു, അതൊന്നും അല്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. വീട്ടിലേക്ക് മാറിയാലോ? പിന്നെ ഇതെന്തോ ഇത് ചുട്ടപ്പം പോലെ എല്ലായിടത്തും വീട് വെച്ചേക്ക് വന്നോ? സുബു, ആകെ വാടക കൊടുക്കാതെ എവിടെ താമസിക്കാന്നുള്ള ഞാൻ നോക്കുക. നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക വീട്. നമ്മളിങ്ങനെ പേടിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? താനെന്തിനാ പേടിക്കാൻ പോകുന്നത്? താൻ സന്തോഷത്തോടെ ജീവിക്കുക. ഒച്ച കണ്ട? അച്ഛനോ? എന്നെ അച്ഛൻ തന്നെ വിളിക്കുന്നത്? കെട്ടിയോനെ അച്ഛൻ തന്നെ ഇപ്പൊ വിളിക്കുന്നത്. ഇവിടെ പ്രശ്നമുണ്ട്. നമ്മൾ ഡിപ്പോസിറ്റ് കൊടുക്കാത്തോണ്ട് ഇപ്പൊ ഇനി നാട്ടിൽ ഇറക്കി വരിക. അത് എന്നെ വലിയ പ്രശ്നമാകാൻ പോവാ. ഇതിനെങ്ങനെ പറഞ്ഞു ഒരു വെള്ള രൂപം, ഉണ്ടക്കണ്ണ്. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ ചാനലും പോയായിരിക്കും. ഉണ്ട കണ്ണും കണ്ട് വെള്ളം ഇട്ടോണ്ട്. എനിക്ക് തോന്നുന്ന വടയക്ഷിയും വേറെന്തെങ്കിലും. വടയക്ഷിയും ദോശയക്ഷിയും കൂടെ ഒരുമിച്ച് വന്നത് ഇയാൾ ഉണ്ടാക്കിയത്. യക്ഷിയല്ല, ആൺരൂപ. അവിടുന്ന് പോയി. എന്റെ പൊന്നു സുബു, തമാശ പറയല്ലേ. ഇതൊക്കെ ഇവിടെ ഇരുന്ന് കേക്കുണ്ടാവും. ഇത് ഭയങ്കര പ്രശ്ന. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് മാറാം. മോന്റെ വേറെ സൗണ്ട് വെച്ചേക്കുന്നു ഇവിടെ ഇരുന്ന് എല്ലാം കേൾക്കാൻ വേണ്ടി. എന്റെ പേര് വിളിച്ചു. എന്റെ പേരെങ്ങനെ അറിയാം യക്ഷിക്ക്? അല്ല, യക്ഷിയല്ല, അത് യക്ഷന. യക്ഷന എന്റെ പേരെങ്ങനെ അറിയാം? നിന്റെ പേരെന്താ വിളിച്ചത്? എന്നെ വിളിച്ചു ശോഭനെ എന്നൊക്കെ വിളിച്ചു. വിശക്കുന്നു, ഭക്ഷണം കൊടുക്കാൻ. എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയ വല്ല ലക്ഷ്യമായിരിക്കും. ഒന്നും കഴിക്കാതെ തന്റെ കയ്യിൽ നിന്ന് ആഹാരം കഴിക്കാൻ വന്ന ലക്ഷ്യമായിരിക്കും. ഏതോ കള്ളന്മാരെ ഇയാൾ രാത്രി പൈന്റ് മേടിച്ച് 2 പേക്ക് അടിക്കാൻ വേണ്ടി ആരെ വിളിച്ചതാ. അപ്പൊ നീ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്തോടത്തെന്നറിയോ? നീ കാണാതിരിക്കാൻ വേണ്ടി ശോഭനെ എന്ന് വിളിച്ചു. നീ പേടിച്ചകത്ത് പോയി. തന്റെ ആഹാരം വേണമെന്ന് പറഞ്ഞില്ലോ. ടച്ചിങ്സ്. ഇതൊന്നും അല്ല എന്റെ സുബു ഒന്ന് പോയി നോക്ക്. നീ വാ. എനിക്ക് വേണ്ട, ഞാൻ വരില്ല. സുബു ഒന്ന് പോയി നോക്ക്. സുബു എന്റെ പെണ്ണുപിള്ളെ പേടിപ്പിച്ചോണ്ടല്ലോ.
ഞാൻ പേടിപ്പിച്ചതല്ലേ മോനെ. മോനൊന്ന് പോയി നോക്ക്. സുബു ഞാൻ പോയി ചെക്ക് ചെയ്യാം. പേടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. മോൻ ധൈര്യമായിട്ട് ഇപ്പൊ കാണിച്ചത് അർജുനൻ ബൽഗുരനെ ഒക്കെ പ്രാർത്ഥിച്ച ചെല്ലൊന്ന് പോയി നോക്ക്. പേടി. ഈശ്വര ഈ മനുഷ്യൻ ധൈര്യമായിട്ട് വെക്കോ. മാമൻ പിന്നിലുണ്ട്. എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ചിലരങ്ങനെയാ. കൊണ്ടാലെ പഠിക്കുന്നാണോ? ഇവൻ കൊണ്ടാലേ പഠിക്കുള്ളൂ. എന്റെ സുബു ഭഗവാനെ. അർജുനൻ ബൽഗുരൻ മാത്രമാകരുതണമേ നാരായണ ദേവത ലക്ഷ്മിധരണ പ്രതിദിനേശ്വര കാത്തോളത്തേക്ക് കാലൊന്നും താഴ്ത്തിക്കിടണ്ട ഈശ്വര. എടാ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ശോഭന് കിടന്നുറങ്ങി കഴിഞ്ഞ പിന്നെ പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞ് ഭയങ്കര അലർച്ചയായിരുന്നു. ഇന്ന് രാവിലെ ആണെങ്കിൽ ദേവസ്യം പറയുന്നത് കേട്ടു. എടാ ഞാൻ നിന്നോട് പറയാഞ്ഞതാ, ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോ എനിക്ക് ഏതാണ്ടൊക്കെ തോന്നി. എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു. എടാ ഉള്ളാടാ ഇതൊക്കെ. എന്തോ ഇനി ഇപ്പോ വാടക 6 മാസത്തെ കൊടുക്കുകയും ചെയ്തു. അത് കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് വാടക പയ്യാണേലും വാങ്ങിക്കാം. നീ ബാഗൊക്കെ പാക്ക് ചെയ്യ്, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ബാ. അത് വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ എടാ ഈ പ്രേതത്തിന്റെ ഇടയിലൊക്കെ നിന്ന പിന്നെ വലിയ കൈയും കാലും ഒക്കെ വരും, മറ്റേ പാരലൈസ്ഡ് ഒക്കെ ആവും, ഈ സ്ട്രോക്ക് ഒക്കെ വരും. അതൊക്കെ കേട്ടിട്ടില്ലേ നീ? പിന്നെ പ്രേതം എന്തോ ബിപിയുടെ കൂടെ കട്ടോണ്ട് പോയില്ലേ? എടാ നിനക്ക് എല്ലാം തമാശയാടാ. ഞാൻ ഈ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിനക്ക് വേണേ ആ ദേവജിയോടും ചോദിച്ചു നോക്ക്. ഇല്ലില്ല, ഞാൻ നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. എടാ നീ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പണ്ടും ഇതുപോലായിരുന്നു. നമ്മുടെ വീട്ടിൽ എന്തോ ഇതൊന്നും പറഞ്ഞു അവസാനം നിന്റെ തന്തപ്പടി കയറുക. അവസാനം ഒന്ന് മനസ്സിലാക്കി ബീഫ് വെച്ചത് നീ കക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ എന്തെങ്കിലും ഉടായ്പായിരിക്കും. ഒരു ഉടായ്പൂല്ല. എടാ ഇത് ഇങ്ങനെ ഇവിടെ നമുക്ക് പരിചയമുള്ള ആരും ഇല്ലല്ലോ. അവരെന്നാ ചെയ്യാനാ? ഇപ്പൊ നീ വന്നേ പിന്നെ ഇവിടെ പരിചയമായല്ലോ. ആര് പരിചയം? എടാ എനിക്കിവിടെ നിന്നെ ദേവതയും ശോഭന അല്ലാതെ എനിക്കിവിടെ ആരെ അറിയാം? എടാ ഞാൻ പറയുന്നത് കേക്ക്, ഇത് സംഭവം വിഷയമാ. നീ ഗൗരവത്തിലെടുത്തില്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എടാ ഒന്നാമത് നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായിട്ട് കൊച്ചുങ്ങളൊന്നുമില്ല. ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ പ്രേതബാധയുള്ള വീട്ടിൽ താമസിച്ച് അവസാനം വരെ അവർക്ക് കൊച്ചുങ്ങളുണ്ടാവാതെ അവർ ജീവിക്കുന്നതായിട്ടൊക്കെ. ഇത് വിഷയമാണ്. നീ കാര്യത്തിൽ ഗൗരവമായിട്ട് എടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ആ പ്രേതത്തിന് വെളുത്ത മാസ്ക് ഒക്കെ ഉണ്ടായിരുന്നോ? വെളുത്തിരുന്നാണോ? മാസ്ക് ഉള്ള പ്രേതം എന്തോ റൈമിസ്റ്റീരിയ വന്നേന്നോ രാത്രിയില്? എടാ റൈമിസ്റ്റീരിയ അല്ല, ഞാൻ കണ്ട സിനിമയ്ക്കകത്ത് അങ്ങനെ ആയിരുന്നു. വെള്ള മാസ്ക് ഒക്കെ ഇട്ടായിരുന്നു ആ പ്രേതം വന്നോണ്ടിരുന്നേ. നിനക്ക് വിശ്വാസം ഉണ്ടേ വിശ്വസിക്ക്. ഇത് സംഭവം ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എന്റെ പരിചയത്തിൽ ഒരു മന്ത്രവാദിയുണ്ട്, നമുക്ക് അവിടെ പോയാലോ? ഞാൻ വരുന്നില്ല അങ്ങോട്ടൊന്നും. മൊത്തം ഉടായ്പ എല്ലാമാരും. നിനക്ക് കാര്യം നടന്നാ പോരെ? നീ എന്നിട്ട് വാ, പറയുന്നേക്ക്. അയാൾ മനുഷ്യൻ തന്നെയല്ലേ, മാണ്ട്രാക്കൊന്നും അല്ലല്ലോ. മാണ്ട്രാക്കൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. നീ എന്നിട്ട് വാ. നീ ഒരുമേ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സംസാരിക്കുന്ന പോലെ സംസാരിക്കാതെ എനിക്ക് വാ. ഈ പ്രേതബാധയൊക്കെ ഉള്ളാടാ, ജീവിതം പോവും. വാ പറയുന്ന കേക്കടാ സുബു. നീ എന്താടാ ഇങ്ങനെ? നീ വീട്ടിലെല്ലാരും പുകച്ച് ഞാൻ പുറത്തി അടിക്കും, അത്രേ ഉള്ളൂ. ശോഭനയുടെയും ദേവസ്യയുടെയും കാര്യം സെറ്റായി. ഇനി ആ മണ്ട സുബുവിനെയും കൂടി ഒന്ന് പേടിപ്പിച്ചാ എന്റെ മിഷൻ കംപ്ലീറ്റ് ആവും. എടാ സുബു, നീ ആരോടാണ് ഈ കളിക്കുന്നതെന്ന് നീ ഓർക്കണമായിരുന്നു. ഈ മുത്തണ്ണനെ വെല്ലുവിളിച്ചവരാരും സമാധാനത്തോടെ ജീവിച്ചിട്ടില്ലടാ. ജീവിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ലടാ. മോനെ സുബു, നിനക്ക് ഞാൻ ഒരു പണി തരുന്നുണ്ട്. ഒരു 6 പണി, ഒരു 8ന്റെ പണി. സുപ്ലമോനെ ഞാൻ പ്രാർത്ഥന പിടിച്ചാ. ഓടിവാ ഓടിവാ. പ്രാർത്ഥന പിടിച്ച് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചതാ. വേറെ ബ്ലാക്ക് ബാനോ? ഞാൻ അതെന്താ തന്നെ പഠിപ്പിച്ചേ? ഇയാള് തന്നെ, ഇവൻ തന്നെ. ഈ ഊള വയർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മാറി 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 മാറി. അവന്റെ മാരകായുധം എല്ലാം കാണും. മൊട്ടത്തിലേക്ക് എടുത്ത് പെരുക്കും. തുറന്നു നോക്ക്. ഏയ് ഞാൻ ഒന്നും ചെയ്തില്ല. തുറന്നു നോക്ക്. ഈ കള്ളനായിരുന്നോ? എനിക്ക് അപ്പോഴൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇയാളായിരുന്നെന്ന്. നിന്നെ പോലീസിനെ ഏൽപ്പിക്കോടാ, അല്ലെങ്കിലും എന്റെ മനസ്സിലൊരു റിവഞ്ച് കിടപ്പുണ്ടായിരുന്നു. അതിന് ദൈവം എന്റെ കൈ കൊണ്ടു തന്നത്. തരാം. എനിക്കിന്ന് നോക്ക് പൂമുഖം. കഥവ് പൊട്ടിയേര്, പട്ടി അഴിച്ചും വിട്ടേര്.